Good afternoon. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന്റെ ലാസ്റ്റ് ഒരു പോർഷൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ഇതാണ് റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്നുള്ളൊരു 2 പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലെ. റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? നോ. ഇപ്പൊ ഓക്കെ ആണോ നോക്കിയേ? ഓക്കെ. യെസ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണെന്നുള്ളത് അല്ലെ. 2 പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാ? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? ടു ഓവർസീസ് coordinate all infection control activities to ensure an effective program. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പുവെക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും അത് കോർഡിനേറ്റ് ചെയ്യുകയും അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ഓർഗനൈസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക. എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? സാംക്രമിക രോഗശാസ്ത്രം. അപ്പൊ രോഗങ്ങളെ കുറിച്ച്, രോഗങ്ങൾ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആളുകൾക്കൊക്കെ പേഷ്യൻസിനൊക്കെ ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. Participate with the pharmacy to develop a program, supervise the use of anti-infection drug. ആന്റി-ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ്, അതിന്റെ ഉപയോഗം സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആന്റി-ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ആന്റി-ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ മേക്ക് ഷുവർ ദാറ്റ് patient care practices are appropriate to the level of patient risk. രോഗി പരിചരണ രീതികൾ പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ നേതൃത്വത്തില് കീഴില് കുറച്ച് നമ്മളിങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ അവരെ മോണിറ്റർ ചെയ്യുന്ന രീതിയിലുള്ള, അവർക്കൊരു അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാംസുകൾ നടത്തുന്നതിന്റെ അനുസരിച്ച് എന്ത് വേണം? ആളുകള് കൂടുതൽ പേഷ്യൻസിന് ഈ ഇൻഫെക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രിവെന്റീവ് മെത്തേഡ് അല്ലെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവയർനെസ് കിട്ടുക ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നതിന്റെ അനുസരിച്ച് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ വരുന്ന റിസ്ക് എന്ത് ചെയ്യണം? കുറയണം അല്ലെ. അങ്ങനെ അവയർനെസ് ക്ലാസ്സുകൾ കിട്ടുന്തോറും ജനങ്ങള് അവിടുത്തെ പേഷ്യൻസ് അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുകയല്ലേ. അപ്പൊ അത് നടത്തുന്നതിന്റെ അനുസരിച്ച് അവിടെ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ അതിന്റെ ആ ഒരു ലെവല് അത് കുറയണം. എങ്കിലല്ലേ നമ്മൾ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുക. നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ആ ലെവല് കൂടുകയാണെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാം നടത്തിയതിന് കാര്യമില്ല. അപ്പൊ പ്രോഗ്രാമുകൾ നടത്തുന്നതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യണം? ഇതിന്റെ റിസ്ക് എന്ത് ചെയ്യണം? കുറയണം.
അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അത് എന്ത് ചെയ്യണം, അത് കുറഞ്ഞു വരണം, എങ്കിലാണ് അതിൽ കാര്യമുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. ഈ രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് ദ എഫിഷ്യൻസി of the methods of disinfection and sterilization and the efficiency of the system. അപ്പോൾ എഫിഷ്യൻസി, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ, ആ മെത്തേഡിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത അല്ലെ, അതിന്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ടാണോ ഡിസിൻഫെക്ഷൻ നടക്കുന്നത്, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് കറക്റ്റ് ആണോ, അതിന്റെ എത്രത്തോളം കാര്യക്ഷമത, അതിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യുക. അതുകൂടാതെ ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും ചെക്ക് ചെയ്യുക. Check the efficiency of the method of disinfection and sterilization and the efficiency of the system. Systemത്തിന്റെ efficiency check ചെയ്യുക, ആ മെത്തേഡിന്റെ എഫിഷ്യൻസി, ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെ എഫിഷ്യൻസിയും ചെക്ക് ചെയ്യുക. ആറാമത്തെ പോയിന്റ് നോക്കിയേ, ഡെവലപ്പ് ടു എൻഹാൻസ് hospital cleanliness, taking part in the development and provision of teaching program for the medical, nursing and associated health personnel as well as other categories of staff. ഓക്കെ, അപ്പോ ഈ നമ്മള് മെഡിക്കൽ, നഴ്സിംഗ്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഹെൽത്ത് പേഴ്സണൽസ്, മറ്റു അതർ കാറ്റഗറിയിലുള്ള സ്റ്റാഫുകള്, ഇവർക്കിടെയൊക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം ക്ലീൻനെസ് എന്ന് പറയുന്നത്. അപ്പൊ അവർ പഠിക്കുമ്പോഴ് അവരുടെ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ക്ലീൻനെസ്സിനെ കുറിച്ചും ക്ലീൻനെസ്സിന്റെ ഇമ്പോർട്ടൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും കൂടി അവരുടെ ആ ടീച്ചിങ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണം. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ അവർ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ കുറയാനുള്ള കാര്യങ്ങളും അതൊക്കെ അങ്ങനെയുള്ള ഒരു എന്ത് ചെയ്യുക, ഒരു പരിശീലനം അവർക്ക് കൊടുക്കണം. അപ്പൊ അത് ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം ക്ലീൻനെസ്സും. ഓക്കെ, ക്ലീൻനെസ്സിന്റെ ഇമ്പോർട്ടന്റ് എന്താണ് എന്നുള്ളതൊക്കെ അതും കൂടി അവരുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴോ അവരതേ കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ടായിരിക്കും. അതനുസരിച്ച് എന്താണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അത് റിപ്പോർട്ട് ചെയ്യുന്നത് കുറയോ ചെയ്യും അല്ലെ, അതിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെയുള്ള മെഡിക്കൽ, നഴ്സിംഗ്, മറ്റുള്ള ഹെൽത്ത് പേഴ്സണൽസ്, മറ്റുള്ള അതർ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റാഫുകള്, ഇവരുടെ എല്ലാവരുടെയും ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടി അവരുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക്, സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ആവശ്യമായിട്ടുള്ള ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, നേതൃത്വ സഹായം നൽകുക. ഇതൊക്കെ വിശകലനവും നേതൃത്വ സഹായവും നൽകുക. Provide expert analysis and leadership assistance for smaller institutions. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള വിശകലനവും അതുപോലെ നേതൃത്വ സഹായവും നൽകുക. ഇങ്ങനെ 7 പോയിന്റ് ആണ് റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ന് പറഞ്ഞു പറയുന്നത്. അപ്പൊ ഇതിന്റെ പോയിന്റ്സുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഫുള്ള് കാണാതെ പഠിക്കേണ്ട, അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ. അത് നിങ്ങൾക്ക് എക്സാമിന് വന്നില്ല കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പോലെ നമുക്ക് ഇവിടെ ക്ലാസ്സിൽ തന്നെ നമുക്കൊന്ന് വേഗം ഒന്ന് ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാമിൽ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പോ ക്യാമറ ഇവിടെ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ആക്കി വെക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് വേഗം ചെയ്യാം. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്. ജസ്റ്റ് നമുക്കിപ്പോ എന്താ പറയാ, ഒന്ന് ചെയ്ത് നോക്കാം. അത്രയും ഞാൻ ഉദ്ദേശിച്ചോളൂ. ഓക്കെ, വിസ്മയ, വെരി ഗുഡ്. വിസ്മയ ആദ്യം തന്നെ അവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ നിങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ജസ്റ്റ് അവിടെ ഉണ്ടോന്ന് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മൾ ഇത് മ്യൂട്ട് ചെയ്തെടുക്കുന്ന കാരണം എല്ലാവരെയും സ്വപ്ന, ഉപ്പി, അനു ഒക്കെ ഇവിടെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്.
അപ്പൊ ഇതിനകത്ത് നമ്മള് കുറെയൊക്കെ സഫീല പുറത്ത് ഓണാക്കി, താര എല്ലാവരും ഇപ്പൊ വീഡിയോ ഓണാക്കി വെക്കുന്ന എല്ലാവരും നല്ല സുന്ദരികളൊക്കെയാണല്ലോ. ഓക്കെ. അൻവർ എല്ലാവരും തന്നെ ഓണാക്കുന്നുണ്ട്. അപ്പൊ പറ്റുന്നവരൊക്കെ ഓണാക്കി വെക്കാം. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോ കുറെ ഹാൻഡ് വാഷിങ് ഇതൊക്കെ നമ്മൾ ടിവിയിൽ തന്നെ കണ്ടതാണല്ലേ. എപ്പോഴും ഉണ്ടാവും അതിന്റെ പരസ്യം, മാസ്ക് ധരിക്കുന്നതിന്റെ ഇതും ഹാൻഡ് വാഷിങ്ങും അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ. നമ്മൾ അതൊക്കെ കുറെയൊക്കെ കണ്ട് കേട്ട പരിചയമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു 9 പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് അത്രേ ഉള്ളൂ ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഒന്ന് എന്താ പറയാ, നേരം നിങ്ങൾ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കല്ലേ. അപ്പൊ നമുക്ക് ഒരു ചേഞ്ച് ആവട്ടെ അല്ലെ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് എന്താ പറഞ്ഞ, അപ്പൊ ഇതിനകത്തുണ്ടല്ലോ ആ പോയിന്റ്സ് 9 പോയിന്റ്സ് ഉള്ളൂ. നിങ്ങളുടെ പിക്ചറിൽ ഒരു 11 പിക്ചർ അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ പറഞ്ഞേക്കുന്ന പോയിന്റ് പിക്ചറിൽ ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അത് ആ നമ്പർ, പിക്ചറിലെ നമ്പറും ഈ പോയിന്റുകളും തമ്മിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് വേണമെങ്കിൽ പിക്ചറിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഈ പോയിന്റ് വായിക്കുമ്പോൾ എന്തെങ്കിലും ഇത് വേണ്ട. ഫസ്റ്റ് നോക്കിയേ, ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ബി ടേക്കൺ ഇൻ യുവർ ഹാൻഡ്സ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? നമ്മൾ ആവശ്യത്തിനുള്ള സോപ്പ് സൊല്യൂഷൻ ഏതാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സോപ്പ് സൊല്യൂഷൻ ലിക്വിഡ് കയ്യിലെടുക്കണം അല്ലെ. ഹാൻഡ് വാഷ് ലിക്വിഡ് കയ്യിലെടുക്കുക. എല്ലാവർക്കും കിട്ടിയോ? ഞാൻ ഇവിടെ നിന്ന് തരുന്നുണ്ട്. കയ്യിൽ കിട്ടിയോ ലിക്വിഡ്? കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ കയ്യില് ലിക്വിഡ് എടുക്കുക. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ? റബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. അത് ഈ പിക്ചറില് 15 ഇവിടെ ഇട്ടേണ്ട് കേട്ടോ, സഫീക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ. അപ്പൊ അതിനകത്ത് പിക്ചറില് 4ാമത്തെ പിക്ചർ ആണ് കേട്ടോ കാണിച്ചേക്കുന്നേ. നാലാമത്തെ പിക്ചർ ആണ് നമ്മുടെ പോയിന്റിൽ രണ്ടാമത്തെ കിടക്കണം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പിക്ചറിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 4ാമത്തെ പിക്ചർ ആണ്. നോക്കിയാൽ എന്താ? റബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്. നമ്മുടെ ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ റബ് ചെയ്യുക. അതാണ് തന്നേക്കുന്നത്. കണ്ടോ? റബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. ചെയ്തോ? റബ് ചെയ്തോ എല്ലാവരും? ഫിംഗേഴ്സ് ഒക്കെ ഇന്റർലോക്ക് ചെയ്യട്ടെ. ഓക്കെ. ഇനി മൂന്നാമത്തെ നോക്കിയേ, റബ് ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഇന്റർലേസ്ഡ്. ഇന്റർലോക്ക്ഡ് ആണ്. റബ് ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം. അത് നിങ്ങളുടെ 5ാമത്തെ പിക്ചർ ആട്ടം കാണിച്ചേക്കണേ. ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ഇങ്ങനെ പിടിക്കുക കൈയുടെ. അതെ, ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. കണ്ടോ? അവിടെ 5ാമത്തെ പിക്ചറില് 5ാമത്തെയാണ്, നമ്മുടെ പോയിന്റില് 3ാമത്തെ പോയിന്റ് ആണത്. ഓക്കെ. അതങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ പിക്ചറിൽ ഒന്ന് പതുക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഇന്റർലോക്ക്ഡ്. ഇനി അടുത്ത നോക്കിയ റൊട്ടേഷണൽ റബ്ബിംഗ്. 4ാമത്തെ പോയിന്റ് ഞാൻ വായിക്കുന്നത്. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്സ്ഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ. അത് നോക്കി നിങ്ങളുടെ പിക്ചറിൽ 7ാമത്തെയാണ്. നോക്കി ഇങ്ങനെ റൊട്ടേഷണൽ റബ്ബിംഗ് ചെയ്യൂലേ? 2 കൈയിലോ ഈ ഇടത് കൈയിലേക്ക് വലത് കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഫിംഗേഴ്സ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക. അതുപോലെ തിരിച്ചും ചെയ്യുക. ഓക്കെ, 2 കൈ വെച്ചിട്ട് ചെയ്യുക. അത് എത്ര? 7ാമത്തെ പിക്ചർ ആണ് നമ്മുടെ 5ാമത്തെ പോയിന്റ് കിടക്കുന്നത്. ഓക്കെ, 5ാമത്തെ അല്ല, എത്രാമത്തെയാണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ. 4ാമത്തെ പറഞ്ഞില്ലല്ലോ. 4ാമത്തെ പോയിന്റ് അതൊന്ന് നോട്ട് ചെയ്തേ. 4ാമത്തെ പോയിന്റ് ആട്ടോ. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്സ്ഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ. അത് പറയുന്നത് റൊട്ടേഷണൽ റബ്ബിംഗ് ഇതാണ് കേട്ടോ. റൊട്ടേഷണൽ റബ്ബിംഗ് 6ാമത്തെയാണ്. 4ാമത്തെ കിടക്കണേ കേട്ടോ. പിക്ചറില് 6ാമത്തെ പിക്ചർ ആണ് 4ാമത്തെ പോയിന്റില് 4ാമത്തെ. എന്നിട്ട് വേണ്ടേ 5ാമത്തെ പറയാം. നമ്മൾ റൊട്ടേഷണൽ റബ്ബിംഗ് നടത്താം. അങ്ങനെ റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തമ്പ് ക്ലാസ്പ്ഡ് ഇൻ റൈറ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ. ഇനി 5ാമത്തെ നോക്കിയേ, റൊട്ടേഷണൽ. ഇതാണ് 5ാമത്തെ ആണ്. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. കണ്ട ഇങ്ങനെ ഫ്രണ്ടിലേക്കും തിരിക്കണം, ഇങ്ങനെ ബാക്കിലേക്കും തിരിക്കണം. അതാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും തിരിക്കണം. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്ഡ് ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേഷണൽ റബ്ബിംഗ് നടത്തണം. ഫ്രണ്ടിലേക്കും ബാക്ക്വേർഡും ഫോർവേഡും. ക്ലാസ്ഡ് ഫിംഗേഴ്സ് ടു റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രി വൈസ്. അതുപോലെ മറ്റത്
റൈറ്റ് ഹാൻഡില് ലെഫ്റ്റ് പാമിന്റെ ഇത് വെക്കണം, ലെഫ്റ്റ് പാമില് റൈറ്റ് പാമില്, അങ്ങനെ അങ്ങോട്ട് മാറി മാറി ചെയ്യുക. ക്ലാസ്ഡ് ഫിംഗർ ടു റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് പാം, വലത് കൈയില് ഇടത് പാംസിൽ ഇത് വെക്കുക. അതുപോലെ ലെഫ്റ്റ് ഹാൻഡില് റൈറ്റ് പാം വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ പിക്ചറിൽ ആറാമത്തെ എന്ന് പറഞ്ഞ പോയിന്റ് 4ാമത്തെ പോയിന്റ് ആണ്. ഇനി അടുത്തത് 7ാമത്തെ എന്ന് പറഞ്ഞത് പിക്ചറിലെ 7ാമത്തെ 5ാമത്തെ പോയിന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, റബ് ബോത്ത് റെസ്റ്റ് റൊട്ടേഷൻ. അത് കാണിച്ചുള്ള കൈത്തണ്ട, റെസ്റ്റ് എന്ന് വെച്ചാൽ കൈത്തണ്ട, 2 കൈത്തണ്ട ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട് കഴുകാം. ബോത്ത് റിസ്റ്റ് റൊട്ടേഷനലി, കൈത്തണ്ടേ കഴുകാം റൊട്ടേഷനലി. പിന്നെ അടുത്ത് നോക്കിയാൽ റബ് നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ്. നെയിൽസ് ഒക്കെ, നഖങ്ങളൊക്കെ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ക്ലീൻ ആക്കുക. എന്റെ കൈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അയ്യോ, കാണാൻ പറ്റില്ല അല്ലെ? ഓക്കെ, ഞാനിവിടെ ഇരുന്ന് ചെയ്യണ്ട കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന്. ഓക്കെ, അടുത്ത് നോക്കിയേ, പിന്നെ വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അപ്പൊ അത്രയാണ് നമ്മൾ ശരിക്കും ഈ പിക്ചറിൽ. വേറെ കുറേ കൂടി പിക്ചർ കാണിച്ചിട്ടുണ്ട്, നമുക്ക് പോയിന്റ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി, ഇത്രയും ചെയ്തതിനു ശേഷം ഹാൻഡ്സ് ശരിക്കും വാഷ് ചെയ്യുക. പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? ഹാൻഡ്സ് വാഷ് ചെയ്തതിനു ശേഷം ക്ലോസ് വാട്ടർ ടബ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് തറൗലി. പിന്നെ നമ്മൾ കൈ കൊണ്ട് ടാപ്പ് പിടിക്കരുത്. ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞ്, സ്റ്റെപ്സ് കഴിഞ്ഞ് കൈ വാഷ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ഈ ടാപ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ എൽബോ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. നമ്മുടെ കൈയുടെ മുട്ടില്ലേ, അതുകൊണ്ട് പതുക്കെ ടാപ്പ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഹാൻഡ് എന്ത് ചെയ്യുക? ഡ്രൈ ആക്കുക. ടവലോ, നീറ്റ് ആയിട്ടുള്ള ടവലോ ഉപയോഗിച്ചിട്ട് ഹാൻഡ്സ് എന്ത് ചെയ്യുക? നന്നായിട്ട് ഡ്രൈ ചെയ്യുക. ഇത്രയാണ് നിങ്ങളുടെ ആ പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പോയിന്റിൽ അത്രേ ഉള്ളൂ. ഇനി പിക്ചറിൽ നോക്കിയേ, ഇത് തന്നെ പിക്ചറിൽ നോക്കിയേ, വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. എന്ത് ചെയ്യുക? കയ്യ് വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുക, വെറ്റാക്കുക. വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസ്. എന്ത് ചെയ്യുക? ഹാൻഡ് സർഫസിൽ ആവശ്യത്തിനുള്ള സോപ്പ് അപ്ലൈ ചെയ്യുക. പിന്നെ 2ാമത്തെ പിക്ചർ നോക്കിയാൽ റബ് ഹാൻഡ്സ് പാം ടു പാം. പാം ടു പാം വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ റബ് ചെയ്യുക. പിന്നെ റൈറ്റ് പാം, 3ാമത്തെ പിക്ചറിൽ റൈറ്റ് പാം ഓവർ ദ ലെഫ്റ്റ് ഡോസം. അത് നിങ്ങളുടെ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. അതെങ്ങനെയാ? ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ കാണുന്നില്ലേ? ഇങ്ങനെ ചെയ്യണം. അതുപോലെ ഇപ്പറയും ചെയ്യണം കേട്ടോ. അത് നമ്മുടെ പിക്ചറിൽ 3ാമത്തെയാണ്. അത് ഈ പോയിന്റ് പറഞ്ഞിട്ടില്ല. റൈറ്റ് പാം ഓവർ ദ ലെഫ്റ്റ് ഡോസം കേട്ടോ. ഇതിന്റെ മുകളിൽ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് 2 കൈയും ഇങ്ങനെ ചെയ്യുക. വിത്ത് ഇന്റർലോക്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വെർസ, ഇങ്ങനെ ചെയ്യുക. പിന്നെ 4ാമത്തേതാ? പാം ടു പാം വിത്ത് ഫിംഗേഴ്സ്. അത് നമ്മൾ പറഞ്ഞ പാം ടു പാം, ഫിംഗേഴ്സ് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ ബാക്ക് ഓഫ് ഫിംഗേഴ്സ്, ഇങ്ങനെ ഓപ്പോസിംഗ് പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്, ഇങ്ങനെ ബാക്ക് ഇങ്ങനെ ചെയ്യുക. പിന്നെ അടുത്തത് 6ാമത്തെ പറഞ്ഞേക്കണ റൊട്ടേഷണൽ റബ്ബിംഗ് ആണ്. ഓഫ് ലെഫ്റ്റ് തം ക്ലാസ്ഡ് ടു റൈറ്റ് പാം ആൻഡ് വൈസ് വെർസ. അതിങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തത് 7ാമത്തെ റൊട്ടേഷണൽ റബ്ബിംഗ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബാക്ക്വേർഡ് ഫോർവേഡ് ഡയറക്ഷനിൽ 2 കൈയും മാറി ഇങ്ങനെ ചെയ്യുക. പിന്നെ അടുത്തത് എന്താ? റിൻസ് ഹാൻഡ് വിത്ത് വാട്ടർ. അത്രയും ചെയ്തിട്ട് വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുക. ഡ്രൈ തറവലി വിത്ത് സിംഗിൾ, ഒരു ടവൽ ഉപയോഗിച്ചിട്ട് കൈ തുടയ്ക്കുക. എന്നിട്ടോ യൂസ് ടവൽ ടു ടേൺ ഓഫ് ഫോക്കറ്റ്. നമ്മുടെ ടാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ടവല് കാണിച്ചേക്കുന്നത്. മറ്റേ പോയിന്റിലെ എൽബോ എന്നാ പറഞ്ഞത്. ഇവിടെ ടവലും കൊണ്ട് എന്ത് ചെയ്യുക? നേരെ ഡയറക്റ്റ് പിന്നെ നമ്മുടെ കൈ കൊണ്ട് ടാപ്പ് ക്ലോസ് ചെയ്യാതെ അവിടെ എന്ത് ചെയ്യണം? ടവൽ ഉപയോഗിച്ചിട്ട് തന്നെ ടാപ്പ് ക്ലോസ് ചെയ്യുക. ആൻഡ് യുവർ ഹാൻഡ്സ് ആർ സേഫ്. നമ്മുടെ ഹാൻഡ്സ് സേഫ് ആയി ആയോ? അപ്പൊ ചെയ്തവർക്കൊക്കെ സേഫ് ആയിട്ടുണ്ടാവും. ഹാൻഡ്സ് ഒക്കെ ഫ്രീ ആയിട്ടുണ്ട്, സേഫ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് നമ്മള് നമുക്കൊന്ന് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് അറിയാൻ വേണ്ടി തന്നോന്നുള്ളൂ. ഓക്കെ, പിക്ചറില് 4ാമത്തെ പിക്ചർ ആണ് 2 പോയിന്റില് 2. 5ാമത്തെ പിക്ചർ പോയിന്റില് 3ാമത്തെ പോയിന്റ്.
ആറാമത്തെ പിക്ചർ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, ഏഴാമത്തെ പിക്ചറാണ് അഞ്ചാമത്തെ പോയിന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ ഒരു ചാപ്റ്ററിൽ. നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതണം. അടുത്ത ഒരു ചാപ്റ്റർ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം. ആ ചാപ്റ്ററിന്റെ കുറച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ഈ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ കേട്ടോ നമുക്ക് എക്സാമിന്. ആംബുലൻസ് സർവീസ് ആണ്. 28 ആണോ നിങ്ങൾക്ക് കിടക്ക് നിങ്ങളുടെ പ്രിന്റഡ് എന്ന് എനിക്ക് അറിയില്ല. എന്റെ ഇരിക്കുന്ന പ്രിന്റഡ് പേപ്പറിൽ 28 എന്നാണ് നമ്പർ അറിയുന്നത്. അതാണ് നമ്പർ പറയാതെ. ചിലപ്പോ നമ്പർ മാത്രമേ ചിലപ്പോ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും നമ്പർ. ഓക്കെ, 28 ആംബുലൻസ് സർവീസ്. അതുകൊണ്ട് ചാപ്റ്ററിന്റെ നിങ്ങൾ ഇത് നോക്കണ്ട. ഇവിടെ ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് 24 ആണ്. എന്റെ കയ്യിൽ ഇരിക്കുന്നത് 28 ആണ്. എന്തായാലും കണ്ടന്റ് ഒക്കെ സെയിം ആണ്. ചാപ്റ്ററിന്റെ നമ്പർ നിങ്ങൾ നോക്കണ്ട. എക്സാമിനാണെങ്കിലും നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പേരുകൾ മാത്രം നോക്കാട്ടോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ എക്സാമിന്. പിന്നെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഓരോ മൊഡ്യൂള് തിരിച്ചിട്ടുള്ളത്. മൊഡ്യൂൾ 1 ഏതൊക്കെ ചാപ്റ്റേഴ്സാ വരുന്നതെന്നും മൊഡ്യൂൾ 2 ഏതൊക്കെയാ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ടൊക്കെ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ചാപ്റ്ററിന്റെ നമ്പർ പറയരുത് കേട്ടോ. കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ ചാപ്റ്ററിന്റെ പേരുകൾ മാത്രം പറയുക. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളില് നമുക്ക് 2 ചാപ്റ്റർ ആണുള്ളൂ, ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയും അല്ലെ. ബാക്കിയൊക്കെ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് നമ്മുടെ വരുന്നത്. ഓക്കെ, ഇനി ആംബുലൻസ് സർവീസ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ആംബുലൻസ് സർവീസ്. ആരെങ്കിലും ആംബുലൻസിൽ കയറിയിട്ടുണ്ടോ? കേറിയിട്ടുണ്ടോ ആംബുലൻസിൽ? നോ, കേറിയിട്ടില്ല. ആരും കേറിയിട്ടില്ല. നിങ്ങളുടെ റിലേറ്റീവ്സിനെ കൊണ്ട് യെസ്, സ്വപ്നയൊക്കെ എസ് എന്ന് ഇട്ടിട്ടുണ്ട്. നോ, എസ് ഒക്കെ വരുന്നുണ്ട്. എസ് 2-3 പേര് എസ് പറഞ്ഞു. ബാക്കി എല്ലാവരും നോ എന്നാ പറഞ്ഞേക്കണേ. ഇപ്പൊ നമ്മള് വല്ല ക്രിറ്റിക്കൽ ആയിട്ട് നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മൾ ആംബുലൻസിൽ ആരെങ്കിലും വേണം അല്ലെ. റിലേറ്റീവ്സ് 1-2 പേര് അവരുടെ കൂടെ പോണം നമ്മള്. ഓക്കെ, 28 ആണോ നിങ്ങളുടെ പ്രിന്റ് എടുത്തോണോര്? നമുക്കറിയാം എത്ര നിങ്ങളുടെ 28 ആണെന്നാ തോന്നുന്നത് കേട്ടോ. ആംബുലൻസ് സർവീസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ എന്താ വെച്ചാ അപ്പൊ നമ്മൾ അങ്ങനെ ചിലർ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും ആംബുലൻസ് കാണാത്തവരാരും ഇല്ലല്ലോ. കയറിയില്ലെങ്കിലും കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മള് കണ്ടിട്ടുള്ള ഒരു ഇതാണ്. എന്താ ശരിക്കും ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ബോഡീസ് മാത്രം കൊണ്ടുപോകണയാണോ ആംബുലൻസ്? ആണോ? അല്ലല്ലോ. നമ്മൾ പേഷ്യൻസിനെ ക്രിറ്റിക്കൽ ആയിട്ട് അല്ലെ, ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസ് നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവർക്ക് ചിലപ്പോ നമ്മൾ ആംബുലൻസിന്റെ ഉള്ളിൽ തന്നെയും നമ്മൾ മെഡിക്കൽ കെയർ കൊടുത്തുകൊണ്ട് പോകേണ്ട, ഹോസ്പിറ്റലിൽ എത്തുന്നവരേക്കും ചിലപ്പോ ക്രിറ്റിക്കൽ എമർജൻസി ഒക്കെ ആണെങ്കിൽ അതേ കെയർ കൊടുത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട വരും. നോർമലി ആണെങ്കിലും സാധാ ടൈപ്പ് ആംബുലൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആംബുലൻസിന്റെ പല ടൈപ്പുകളൊക്കെ പല രീതിയിൽ അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന അതിന്റെ ഉള്ളിലുള്ള ലെവൽ ഓഫ് കെയർ ഒക്കെ അനുസരിച്ച് പല ടൈപ്പ് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. എന്തായാലും നമ്മൾ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ അവരെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ആംബുലൻസ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുവാണ് ആംബുലൻസിൽ. അപ്പൊ സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഫെസിലിറ്റി ഇല്ല. കോമൺ ആംബുലൻസ് ആണ് സാധാരണ നമ്മുടെ ഡെഡ് ബോഡീസ് കൊണ്ടുപോകാനോ അതിന്റെ ഉള്ളിൽ വേറെ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും വേണ്ട.
പേഷ്യന്റിനെയല്ലോ ഡെഡ് ബോഡി ഒക്കെ കൊണ്ടുപോകാനുള്ളത്. പിന്നെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും പേഷ്യൻസ് കിടപ്പായ രോഗികളൊക്കെ വീട്ടിലുണ്ട്, അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് അവരെ ചെക്ക് ചെയ്യാൻ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നോർമലാ, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത കേസുകളിലൊക്കെ ആണെങ്കിൽ സാധാരണ ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടാവും, അപ്പൊ അവര് ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ ഇന്ന ദിവസം ഓരോ ആഴ്ച 2 പ്രാവശ്യമൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ ആംബുലൻസ് സർവീസ് വേണ്ടി വരാം. അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ സർവീസ് കൊടുക്കാം. ഇതിന്റെ പല ടൈപ്പുകളുണ്ട്, അത് നമുക്ക് അന്നേരം ഡീറ്റെയിൽ നോക്കാം. ആംബുലൻസ് എന്ന് പറഞ്ഞ എന്താ? ആൻ ആംബുലൻസ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽ. അപ്പൊ എന്താ ആംബുലൻസ്? മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾസ്, ഒരു വൈദ്യശാസ്ത്രപരമായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു വെഹിക്കിൾ ആണ്. അതെന്താ ചെയ്യുന്നത്? വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അല്ലെ? പേഷ്യൻസിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. Typically, out of hospital medical care is given to patient during the transport. ചിലപ്പോഴൊക്കെ നമുക്ക് ഔട്ട് ഓഫ് ഹോസ്പിറ്റലിന് പുറത്തും മെഡിക്കൽ കെയർ കൊടുക്കേണ്ടി വരാം. അതാണ് ഈ എമർജൻസി ആയിട്ടൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ പേഷ്യൻസിന് ഇപ്പൊ ഇവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഫെസിലിറ്റി ഉള്ള ICU ആംബുലൻസുകളൊക്കെ ഇല്ലേ, നല്ല ഫെസിലിറ്റീസ് ഉള്ള ആംബുലൻസ് തന്നെ വേണം. ഇപ്പൊ വെന്റിലേറ്റർ കിടക്കുന്ന ഒരു പേഷ്യൻസിനെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അതേ ഫെസിലിറ്റി കൊടുത്തോണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിനെയാണ് അവര് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതേ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ട് സമയത്ത് അവർക്ക് കൊടുക്കണ്ടേ, അല്ലേ? ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ് ആണ്, വെന്റിലേറ്റർ മാറ്റിയിട്ട് ഇനി ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ വെന്റിലേറ്റർ വെച്ചാൽ മതിയോ? അപ്പത്തേക്കും പിന്നെ ആളുണ്ടാവില്ല, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിനെ അതേ ഫെസിലിറ്റിയോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നവരെ നമ്മൾ അതേ ഫെസിലിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിന്റെ തക്കതായിട്ടുള്ള ഫെസിലിറ്റി എന്തുണ്ടാവണം? ആംബുലൻസിൽ ഉണ്ടാവണം. ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ വെഹിക്കിൾസിനും അതേ ഫെസിലിറ്റി ഉണ്ടാവണം, അല്ലെ? Typically, out of hospital medical care is given to patient during the transport. Transport സമയത്തും നമുക്ക് ഹോസ്പിറ്റലിന് പുറത്തും മെഡിക്കൽ കെയർ ഈ ആംബുലൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Ambulance are used to react to medical emergency by emergency medical services. ഈ മെഡിക്കൽ എമർജൻസിനോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആംബുലൻസ്. അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം വരുന്നുണ്ട്, EMS എന്ന് പറഞ്ഞ എമർജൻസി മെഡിക്കൽ സർവീസസ്. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ, എമർജൻസി മെഡിക്കൽ സർവീസസ് EMS. They can swiftly transport paramedics and other first responder to the scene, carry equipments for administrating emergency care and transport patient to hospital or other definitive care. But no, they can swiftly എന്ന് പറഞ്ഞാൽ എന്താ? റാപ്പിഡ്, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് പാരാമെഡിക്സ് കേട്ടിട്ടുണ്ടാവേ. പാരാമെഡിക്സ് എന്ന് വെച്ചാൽ ഡോക്ടറിനെ ഒക്കെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സും നേഴ്സും അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഡോക്ടറും നേഴ്സും ഒക്കെ അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ്. ഡോക്ടറിന്റെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അവർക്ക് എമർജൻസി കെയർ കൊടുക്കാനായിട്ട് കഴിവുള്ളതായിരിക്കും. ഇതിലോ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ളവർക്ക് നമ്മൾ ഒരു ആംബുലൻസ് സർവീസ് ആവശ്യപ്പെടുമ്പോഴോ ആ കൂട്ടത്തിൽ ആരുണ്ടാവണം? പാരാമെഡിക്സോ അല്ലെങ്കിൽ ഓർ അതർ ഫസ്റ്റ് റെസ്പോണ്ടർ ടു ദ സീൻ. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ആ സീനിൽ ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി. അപ്പൊ അങ്ങനെ ഒരു അപകടം വരുമ്പോ വെറുതെ ഡ്രൈവർ മാത്രം പോയാൽ പോരാ, അതിനുള്ള ആളുകളും അത് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ എന്താ കാർഡിയാക് അറസ്റ്റ് വന്നു, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് വേണം? CPR കൊടുക്കണം. അപ്പൊ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആദ്യം എന്താ? CPR കൊടുക്കണം. അപ്പൊ CPR കൊടുക്കാനായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ അതറിയാവുന്ന ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത്? ഫസ്റ്റ് റെസ്പോണ്ടർ. അല്ലെങ്കിൽ അയാൾക്ക് CPR കൊടുക്കാനുള്ള കഴിവ് വേണം.
വെറുതെ പോയി പേഷ്യന്റിനെ എടുത്തുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കൂലേ, അതുപോലെ അത്യാവശ്യം നമ്മള് ഫസ്റ്റ് ആ സീനിൽ ചെല്ലുമ്പോൾ ആ പ്രഥമമായിട്ടുള്ള എന്തെങ്കിലും ശുശ്രൂഷകളോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകള് എന്ത് ചെയ്യുന്നു, ആ സംഭവ സ്ഥലത്തേക്ക് വേഗം കൊണ്ടുപോവുകയും അതുപോലെ പേഷ്യൻസിനെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് എത്തിക്കുകയും ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഒക്കെ ഈ ആംബുലൻസ്, അതൊക്കെ ഈ ആംബുലൻസിന്റെ സർവീസിൽ വരുന്നതാണ്. അപ്പൊ അതിനകത്ത് രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞാൽ പാരാമെഡിക്സ് വരുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനെയൊക്കെ അവരുടെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് പാരാമെഡിക്സ്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടർ, അത് ഡീറ്റെയിൽ പഠിക്കാൻ കേട്ടോ. ഫസ്റ്റ് റെസ്പോണ്ടർ അന്നേരം നമുക്ക് അതിന്റെ ചെറിയ എഴുതാം. ഫസ്റ്റ് ആ ഒരു സീൻ, ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അവർക്ക് CPR ഒക്കെ കൊടുക്കാനായിട്ട് കഴിവുള്ള ഒരാളായിരിക്കണം. ഫസ്റ്റ് എയ്ഡ് പോലുള്ള എന്തെങ്കിലും കൊടുക്കാനുള്ള കഴിവുള്ള ഒരാരായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ. ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയും പേഷ്യൻസിനെ തിരിച്ച് എമർജൻസി ആയിട്ട് വേഗം ട്രാൻസ്പോർട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഒരു അപകടം പറ്റി നമ്മുടെ സാധാരണ വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരിക്കും അല്ലെ, ഭയങ്കര എമർജൻസി ഒക്കെ ആയിട്ട് സാധാരണ നമ്മൾ പോണത് ഭയങ്കര റിസ്ക് ആണ്. എമർജൻസി ഇതൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പതുക്കെ സാവധാനം പേഷ്യന്റിനെ എത്തിച്ചാൽ മതി. അപ്പൊ ആ സമയത്തൊക്കെ ആംബുലൻസ് ആണെങ്കിൽ എന്താ പ്രത്യേകത, നിങ്ങൾ ട്രാഫിക് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ട്, അവിടെ ഓർഗം കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ? എല്ലാവരും എല്ലാം ഇതൊക്കെ മാറ്റിക്കൊടുത്ത് റോഡ് ഫുള്ള് ക്ലിയർ ആക്കി ആംബുലൻസ് വേഗം പോകാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ ആംബുലൻസുകൾ പോകുമ്പോൾ മറ്റുള്ള റോഡ് യൂസ് ചെയ്യുന്ന റോഡ് യൂസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വെഹിക്കിൾസ് ആണെങ്കിലും മാറ്റി കൊടുക്കണം അല്ലെ. അത് പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അലാറം അടിച്ച് സൈറനിട്ടൊക്കെ പോവുകയാണെങ്കിൽ മെഡിക്കൽ എമർജൻസി ആണോ കാണിക്കുന്നത്, എമർജൻസി ആയിട്ട് അവർ പോണതായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ വാഹനങ്ങളൊക്കെ മാറ്റി ആംബുലൻസിന് പോകാനുള്ള ഒരു വഴി സജ്ജാക്കി കൊടുക്കണം അല്ലെ, അങ്ങനെ ചെയ്യണം. അപ്പൊ അതോടെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ആംബുലൻസ് തന്നെയാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ സാധാരണ ഇതിനകത്ത് പേഷ്യന്റ് കൊണ്ടുപോയ ആൾക്കാർ മാറി തന്നൊന്നും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് അത് എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അതാണ് ഇത്. അങ്ങനെയൊക്കെ ഉള്ളൊരു സർവീസാണ് ആംബുലൻസ് നമുക്ക് തരുന്നത്. ഓക്കെ, the term ambulance comes from the Latin word ambulare. അത് അണ്ടർലൈൻ ചെയ്തിടണം. ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ വേർഡായ ആംബുലറെ. ആംബുലറെ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന വേർഡ് ഫോം ചെയ്തേക്കുന്നത്. വാട്ട് ഇസ് ദ മീനിങ് ടു വോക്ക് ഓർ മൂവ് എബൌട്ട്. ടു വോക്ക്, നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നുള്ളതാണ് ആംബുലറെ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ്. ലാറ്റിൻ വേർഡ് ആംബുലറെ ഹാസ് മീനിങ് to walk or move about. അതുകൂടി അണ്ടർലൈൻ ചെയ്യുക. Which is reference to early medical care where the patients were carried by lifting or wheeling. ലിഫ്റ്റിംഗ്, അത് പേഷ്യൻസിനെ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് വഴി അല്ലെങ്കിൽ വീലിംഗ് വഴിയൊക്കെ കൊണ്ടുപോകുന്ന ആദ്യ കാലത്തുള്ള ഒരു മെഡിക്കൽ കെയർ, വൈദ്യ സഹായത്തെ പരാമർശിക്കുന്നതാണ് ഈ ആംബുലൻസ് എന്ന് പറഞ്ഞത്. പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് പല ടൈപ്പ് ആംബുലൻസുകൾ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ആണ്. റോഡിലൂടെ പോകുന്നവ, ഏരിയയിൽ കൂടെ പോകുന്നവ, വാട്ടർ ഗോയിങ് ആംബുലൻസ്, വാട്ടറിൽ കൂടെ പോകുന്നത്, അതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ആംബുലൻസിന്. ഏതാണ് 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. റോഡ് ഗോയിങ് ആംബുലൻസ്, എയർ ഗോയിങ് ആംബുലൻസ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്. റോഡ് ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിൾ നോക്കിയ വാൻ ആണ് കേട്ടോ. അത് വാൻസ്, VANS, വാനുകള്, മോട്ടോർ സൈക്കിൾ, ബൈസിക്കിൾ, ബസ്സസ്, ഇതൊക്കെ റോഡ് ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിൾ ആണ്. എയർ ഗോയിങ് ആംബുലൻസിൽ ഏതാ? ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്, ഇതൊക്കെ എയറിൽ കൂടെ പോകുന്ന എയർ ഗോയിങ് ആംബുലൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് വാട്ടർ ഗോയിങ് ആംബുലൻസ്, ഏതാ? ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്പുകൾ, ഇതൊക്കെ വാട്ടർ ഗോയിങ് ആംബുലൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതിന് ചോദിക്കാറുണ്ട് ഫങ്ഷണൽ ടൈപ്പ്. ഇനി ഫങ്ഷൻ അനുസരിച്ച് ആംബുലൻസിന്റെ ഫങ്ഷൻ എന്തൊക്കെ ഇതാണ് ഫങ്ഷൻ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ആംബുലൻസിനെ ഒരു 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം.
ഫസ്റ്റ് ആണ് എമർജൻസി ആംബുലൻസ്. ഫംഗ്ഷൻ ആണ് കേട്ടോ ഇമ്പോർട്ടന്റ്. ഫംഗ്ഷൻ അതിന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. 7 ടൈപ്പ് ഉണ്ട് ഫംഗ്ഷണൽ ടൈപ്പ് അനുസരിച്ച്. ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ ആംബുലൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 7 ടൈപ്പ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എമർജൻസി ആംബുലൻസ് ആണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? എമർജൻസി ആയിട്ട്, ക്രിട്ടിക്കൽ ഇൽ ഓർ ഇഞ്ചുറി, എമർജൻസി ആയിട്ട് വളരെ അപകടാവസ്ഥയിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് വിച്ച് ഗീവ്സ് കെയർ ടു പേഷ്യന്റ് വിത്ത് ക്രിട്ടിക്കൽ ഇൽ ഓർ ഇഞ്ചുറി. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് ആണ്. അതിനകത്ത് ഏതാണ്? പേഷ്യൻസിന് ക്രിട്ടിക്കൽ ഇല്ല അല്ലെങ്കിൽ ഇഞ്ചുറി ഉള്ള പേഷ്യൻസിന് അവർക്ക് കെയർ കൊടുക്കാൻ, അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി റോഡ് ഗോയിങ് വാൻസ്. ഇത് റോഡിലൂടെ പോകുന്ന വാനുകളാകാം, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റർ ആവാം, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് നോൺ ആസ് എയർ ആംബുലൻസ് ആവാം, ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾ സച്ച് ആസ് ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളും ആകാം എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോൾഫ് കാർട്ട് എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ഈ ഒരു പേഷ്യൻസിനെയൊക്കെ ആണെങ്കിലും ഒക്കെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു വലിയ കുറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന് വേറെ ബിൽഡിങ്ങിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് ഒരു ജീപ്പിന്റെ ഒരു ഇതിനകത്തൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിള് ഗോൾഫ് കാർട്ട്. മോഡിഫൈഡ് വെഹിക്കിൾ ആണത്, മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതാണ്. 3-4 പേർക്കൊക്കെ സുഖമായിട്ട് പോകാമത്. അപ്പൊ നമുക്ക് നടക്കാൻ പറ്റാത്തവർക്കൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ, ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഇതാണ് ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്ത വെഹിക്കിൾസും ആകാം ഈ എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇവിടെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംബുലൻസ് ഈസ് യൂസ്ഡ് ടു ഗിവ് കെയർ ടു പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇൽ ഓർ ഇഞ്ചുറി. ക്രിട്ടിക്കൽ ഇൽ ഇഞ്ചുറി സംഭവിച്ച പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ആംബുലൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഏതാ? എമർജൻസി ആംബുലൻസ്. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എമർജൻസി ആംബുലൻസ്. എമർജൻസി ആയിട്ട് ക്രിട്ടിക്കൽ ഇല്ല അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റിയ ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. എന്താ? പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? എ വെഹിക്കിൾ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഫ്രം ഓർ ബിറ്റ്വീൻ ലൊക്കേഷൻ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ ഓർ ഡയാലിസിസ് സെന്റർ ഫോർ നോൺ അർജന്റ് കെയർ. ശ്രദ്ധിക്കുക, ഫോർ നോൺ അർജന്റ് കെയർ. ഇത് എമർജൻസി ഒന്നും ഇല്ല, അർജന്റ് ഒന്നും അല്ല. പേഷ്യൻസിനെ നമുക്കിപ്പോ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് എക്സാമ്പിൾ ആണെങ്കിൽ അപ്പൊ അവർക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. അവരെ അപ്പൊ 2 ദിവസം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. അവിടെ എമർജൻസി ഇല്ല, നോൺ അർജന്റ് കെയർ ആണ് അവിടെ. എന്നുവെച്ചാൽ സാധാരണ അവിടെ ഇപ്പൊ ആഴ്ചയിൽ 2 ദിവസം എല്ലാ ആഴ്ചയിലും പോയി ഡയാലിസിസ് ചെയ്യുന്നയാ ആ ഒരു ഇതുള്ളൂ. മുൻകൂട്ടി പറയോ അല്ല, മുൻകൂട്ടി നമ്മള് ഇത് പറയാണ് അവിടെ ഇന്ന ദിവസം ആംബുലൻസ് സർവീസ് വേണം, അല്ലെങ്കിൽ ഈ 2 ദിവസങ്ങൾ നമുക്ക് പോകണം. അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, ഓൾറെഡി അവിടെ ഫിക്സ്ഡ് ആണ്, ഇന്ന ദിവസം പോണം അങ്ങനെ. അപ്പൊ അങ്ങനെ സാധാരണ രീതിയിൽ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ ഡയാലിസിസ് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഡയാലിസിസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം, അതിനൊക്കെ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ മാസത്തിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണ്ടേ ഹോസ്പിറ്റൽ. അപ്പൊ അതിനും ഇത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ എമർജൻസി ഒന്നുമില്ല, അവർക്കൊന്ന് ചെക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മള് ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ഇന്ന ദിവസം ചെക്ക് ചെയ്യാൻ പോകണം. സാധാരണ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അത് നോക്കിയേ. ദീസ് ക്യാൻ ബി വാൻ, ബസ്സസ് ഓർ അതർ വെഹിക്കിൾസ്. വാനുകളോ ബസ്സുകളോ മറ്റുള്ള വെഹിക്കിൾസ് ഒക്കെ ആകാം. ക്ലിയർ ആണോ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് മനസ്സിലായില്ലേ? എമർജൻസി ഒന്നുമില്ല, സാധാരണ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ തിരിച്ച് വീട്ടിലേക്കും അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. അതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞ ആംബുലൻസ് ബസ്സാണ്. ബസ്സിന്റെ പ്രത്യേകത എന്താ? ബസ് എന്താ? ഒരുപാട് പേരെ കൊണ്ടുപോകാൻ പറ്റില്ലേ? കാറില് 4-5 പേരൊക്കെ മാക്സിമം അല്ലെ? ചെറിയ കാറൊക്കെ ആണെങ്കിൽ 4-5 പേർക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. 5-6 പേര്, അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല അല്ലെ? എന്നാൽ ബസ്സിലാണെങ്കിൽ കുറെ പേർക്ക് ഒരു സമയത്ത് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആംബുലൻസ് ബസ് എന്ന് വെച്ചാൽ എന്താ? എ ഹ്യൂജ് ആംബുലൻസ്, വലിയ ആംബുലൻസ് ആണ്. ബേസ്ഡ് അപ്പോൺ എ ബസ് ചേസസ് എന്ന് വെച്ചാൽ ഫ്രെയിം, ബേസ് ഫ്രെയിം ഓഫ് കാർ. ബസിന്റെ ഒരു ഫ്രെയിം പോലെയുള്ള വലിയ ആംബുലൻസ് ആണ് അത്. ദാറ്റ് ക്യാൻ മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്, ഒത്തിരി ആളുകളെ, അതായത് ഒരു 10-20 പേർക്ക് ഓരോ സമയം ട്രാൻസ്പോർട്ട് ചെയ്യാം. അതാണ് അവിടെ ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി, ഒരു ആക്സിഡന്റ്, ഒരു ബസ് നമ്മൾ പുറകേക്ക് പറഞ്ഞു, അതിനകത്ത് ഒരു 10-12 പേർക്ക് ഒരു അപകടം പറ്റി. അപ്പൊ അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സാധാ ആംബുലൻസ് ആണെങ്കിൽ 10-12 പേർക്കും 12 ആംബുലൻസ് വരാൻ പറ്റുമോ? അപ്പൊ അതിനുവേണ്ടി എന്താണ് ഈ ആംബുലൻസ് ബസ് യൂസ് ചെയ്യാം. അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മള് 10-20 പേർക്ക് ഒരുമിച്ച് ആൾക്കാർക്കൊക്കെ ഇഞ്ചുറി പറ്റാണ്. അപ്പൊ അങ്ങനെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒരു അപകടമൊക്കെ പറ്റി, 10-20 പേർക്ക് ഒരുമിച്ച് അപകടം പറ്റി, അപ്പൊ എല്ലാവരെയും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. ഇനി 4th വൺ എന്ന് പറഞ്ഞാൽ ചാരിറ്റി ആംബുലൻസ് ആണ്. അപ്പൊ അത് പേരിൽ നിന്ന് തന്നെ അറിയാലോ, ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ. പാലിയേറ്റീവ് കെയറുകളൊക്കെ ഇല്ലേ, ചാരിറ്റി, അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. ഓക്കെ, എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഈസ് ഗിവൺ ബൈ എ ചാരിറ്റി. ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യാം ഫോർ ദ പർപ്പസ്. ഇനി എന്താ ആവശ്യം നോക്കിയേ? ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് സിക്ക് ചിൽഡ്രൻ or adult on outing or vacation away from hospital, hospice, നമ്മൾ പഠിച്ചിട്ടുണ്ട്, hospice centers or care homes where they are in long term care. രോഗികൾ, ഈ നമ്മുടെ ഇങ്ങനെ ഹോസ്പിറ്റൽ സെന്റേഴ്സില് അല്ലെങ്കിൽ കെയർ ഹോമുകളിലൊക്കെ താമസിക്കുന്ന ആളുകള്, അപ്പൊ അവർക്കൊക്കെ രോഗബാധിതരായിട്ടുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ നിന്നൊക്കെ എന്താണ് ഒരു ഔട്ടിങ് പോലെ, അവർക്കൊരു എന്റർടൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ടിങ് പോലെ അല്ലെങ്കിൽ ഒരു അവധി കാലങ്ങളിലേക്ക് ഒരു ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് എക്സാമ്പിളോട് പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡ്സ് ദ യുണൈറ്റഡ് കിങ്ഡം ജംബുലൻസ് പ്രോജക്ട്. അത് ഒരു ചാരിറ്റി സർവീസ് തന്നെ കൊടുക്കുന്ന ഒരു ഇതാണ് UK-യുടെ ജംബുലൻസ് പ്രോജക്ട്. ദീസ് ആർ ദ കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്. ഇതും ഒരു എന്താ ബസിന്റെ ഒരു ഇതിനകത്ത് തന്നെ ഉള്ളതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റൽ സെന്റേഴ്സിലോ അല്ലെങ്കിൽ കെയർ ഹോമുകളിലൊക്കെ താമസിക്കുന്ന വയസ്സായ ആളുകളൊക്കെ ഇല്ലേ, അവരെ രോഗം ബാധിച്ച കുട്ടികളെയൊക്കെ ഒരു വെക്കേഷൻ, ഒരു ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 5ാമത്തെ എന്ന് പറഞ്ഞാൽ ബാരിയാട്രിക് ആംബുലൻസ് ആണ്. ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഡിസൈൻഡ് ഫോർ എക്സ്ട്രീംലി ഓവർവെയ്റ്റ് പേഷ്യൻസ് equipped with the proper tools to move and manage these patients. വലിയ വെയിറ്റ് ഉള്ള, ഹെവി വെയിറ്റ് ഉള്ള ആളുകളില്ലേ, ഒരു 100 കിലോ 120 കിലോ അങ്ങനെയൊക്കെ വലിയ വെയിറ്റ് ഉള്ള ആളുകളൊക്കെ ഇല്ലേ, അപ്പൊ അവരെ നമുക്ക് ഈ എടുത്തു പൊക്കി ആംബുലൻസിലേക്ക് കയറ്റാന്നുള്ളത് നടക്കുന്ന കാര്യമാണോ? അല്ലെ? ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അങ്ങനെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ അവരെ മൂവ് ചെയ്യിക്കാനും അവരെ എടുത്ത് അവരെ ഷിഫ്റ്റ് ചെയ്യിക്കാനും ആംബുലൻസിലേക്കൊക്കെ ഇങ്ങനെ റെയില് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടുന്ന് നേരെ പതുക്കെ അവിടെ ഇരുത്തിയിട്ട് തള്ളി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആംബുലൻസിലേക്ക് കയറുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള ഫെസിലിറ്റീസ്, അത് പ്രത്യേകം ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എക്വിപ്ഡ് ആയിട്ടുള്ള അതുപോലെ ഉള്ള ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്.
ഇവിടെ ഇങ്ങനെ ചോദിക്കാം, പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഇസ് ഡിസൈൻ ഫോർ എക്സ്ട്രീംലി ഓവർ വെയിറ്റ് പേഷ്യൻസ്. ഓവർ വെയിറ്റ് പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ളതെന്ന് പറഞ്ഞാൽ ബാരിയാട്രിക് ആംബുലൻസ് ആണ്. അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ആംബുലൻസിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ആറാമത്തെ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. റാപ്പിഡ്, അത് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓർഗൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അതിനകത്ത് കാണിക്കുന്നത്. ശ്രീനിധി ശ്രീനിവാസിന്റെ ഒക്കെ സിനിമയൊക്കെ കാണൂല്ലേ എല്ലാവരും, ഇല്ലേ? അതിനകത്ത് ഓർഗൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ റിസ്ക് എടുത്ത് ശ്രീനിവാസൻ അല്ലേ ഡ്രൈവർ ഇത് ഓടിച്ചു പോകുന്നൊക്കെ ആ സിനിമ. എന്തായാലും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ ഉദ്ദേശം? collect the bodies of individuals who have died suddenly from heart attack, accident and other emergencies and to try to preserve the organ. അപ്പൊ ഇങ്ങനെ ഈ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവര്, ആക്സിഡന്റ് ഒക്കെ പറ്റി മരിച്ച ആളുകളുടെ ബോഡീസ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി. അതെന്തിനാ ബോഡി, അതെന്താ ഉദ്ദേശം? അവിടെ അവർക്കുടെ ഓർഗൻ പ്രിസർവ് ചെയ്യുക. അപ്പൊ അത് ഇത്ര ടൈമിനുള്ളിൽ അവിടെ എത്തിച്ചാലാണ് അതിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അതിന്റെ ടൈം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് വെച്ചിട്ട് പ്രയോജനമില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ സംഭവിച്ച ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരിച്ച് അല്ലെങ്കിൽ ആക്സിഡൻസ് ഒക്കെ പറ്റി പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഓർഗൻ റിക്കവർ ചെയ്യുക, ആ ഓർഗൻ എടുക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ബോഡീസ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് ഉപയോഗിക്കുന്നത്. അതിന് അപ്പൊ ഓർഗൻസ് ഇതൊക്കെ ചെയ്യുന്ന അതേ തരത്തിലുള്ള ഫെസിലിറ്റി ആ ആംബുലൻസിൽ അവിടെ അവൈലബിൾ ഉണ്ടായിരിക്കും. ഓക്കെ, collect the body of individuals who have died suddenly from heart attack, accidents and other emergencies and try to preserve the organs. അവരുടെ ഓർഗൻസ് പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ അടുത്ത ഏഴാമത്തേത് സൈക്യാട്രിക് ആംബുലൻസ് ആണ്. അതായത് ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസീസ്. സൈക്യാട്രിക് എമർജൻസി ഉള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 7 തരത്തിലുണ്ട് നമുക്ക് ഫങ്ഷണൽ ടൈപ്പ്. അത് ഓരോന്നും വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കുക ഏതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. എമർജൻസി എന്ന് പറഞ്ഞാൽ അറിയാം, എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ. രണ്ടാമത്തെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എമർജൻസി ഒന്നും ഇല്ല, നോൺ അർജന്റ് കെയർ ആണ്, സാധാരണ പേഷ്യൻസിനെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട്. ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് അത്. പിന്നെ ബാരിയാട്രിക് ആംബുലൻസ് ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ്. പിന്നെ റാപ്പിഡ് ഓർഗൻ റിക്കവറി എന്ന് വെച്ചാൽ അവരുടെ ഓർഗൻസ് മരിച്ച ആളുകളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാന്, എന്തിനാ ഓർഗൻ റിക്കവർ ചെയ്യുക, പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഡെഡ് ബോഡീസ് വേഗം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ സൈക്യാട്രിക് എമർജൻസിക്ക് വേണ്ടിയിട്ട് ഉള്ള പേഷ്യൻസിനെ, സൈക്യാട്രിക് ആയിട്ടുള്ള പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകുന്ന ആംബുലൻസ്. ക്ലിയർ ആയോ 7 ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് മറ്റേ ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതാം. 20 മിനിറ്റ് 20 ആയി, 10 മിനിറ്റ് കൂടെ വേഗം കുറച്ച് ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ഇത് വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ അല്ലേ ക്ലാസ് ഉള്ളത്. ഇന്ന് തന്നെ അടച്ചു വെക്കരുത്, നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ ഒരു പേജ്, ഒരു 1.5 പേജ് എടുത്തിട്ടുള്ളൂ, ഒന്ന് വായിച്ചു വെക്കാം. നിങ്ങൾ മറ്റേ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിക്കും, ഒരുപാടൊന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോട്ട്ബുക്ക് എടുക്കാം നിങ്ങള്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമായിട്ടാ കാര്യങ്ങളുള്ളൂ, ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു. എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. എഴുതിക്കോ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ is known as nosocomial infection? Which type of infection is known as
നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഓപ്ഷൻസ് തരാം കേട്ടോ. ഓപ്ഷൻ എ നോസ് ഇൻഫെക്ഷൻ, NOSC, നോസ് ഇൻഫെക്ഷൻ. ഓപ്ഷൻ ബി ഐ ഇൻഫെക്ഷൻ, ഐ ഇൻഫെക്ഷൻ. ഓപ്ഷൻ സി hospital associated infection, hospital associated infection. Option D conjunctivitis, CONJUNCTIVITIS, conjunctivitis. Nose infection, eye infection, hospital associated infection. Option D conjunctivitis. Conjunctivitis എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിന് ഈ ഐബോളിനൊക്കെ ഉണ്ടാകുന്ന ആ ലെയർ, ഐബോള് ഐലിഡിന്റെ ഇന്നർ ലെയറിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്, ഇൻഫെക്ഷൻ ആണ് ഈ കൺജക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ of outer membrane of the eyeball and inner layer of the eyelid ഒക്കെയാണ്. ഐ നോസ് ഇൻഫെക്ഷൻ ഒക്കെ അറിയാലോ. കൺജക്ടിവിറ്റീസിന്റെ ആണ്. CONJUNCTIVITIS. ഓപ്ഷൻസ് ഒന്നുകൂടി പറയണം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ നോസ് ഇൻഫെക്ഷൻ, നോസ് മൂക്ക്, NOSC, നോസ് ഇൻഫെക്ഷൻ. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഐ ഇൻഫെക്ഷൻ. ഓപ്ഷൻ സി ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. എന്തിനാ റോങ് ഓപ്ഷൻ നോക്കണേ? നമുക്ക് കറക്റ്റ് ഓപ്ഷൻ അറിയാലോ. ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഓപ്ഷൻ ഡി കൺജക്ടിവിറ്റീസ്. ക്ലിയർ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. The word nosocomial, NOSOCOMIAL, is derived from, the word nosocomial is derived from the Latin word dash. The word nosocomial is derived from the Latin word dash. എഴുതാം, ഏത് ലാറ്റിൻ വേർഡാന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following is a nosocomial infection? Which of the following is a nosocomial infection? Say nosocomial infection. Options are: option A urinary tract infection, respiratory pneumonia, PNEUMONIA, respiratory pneumonia. Option C skin infection. Option D all of the above. All of the above. All of the above. Next question. Which of the following ഓപ്ഷൻസ് ഒന്നുകൂടി പറയണോ? ഓപ്ഷൻ എ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ,
urinary tract infection. Option B, respiratory pneumonia. Respiratory pneumonia. Option C, skin infection. Option D, all of the above. All of the above. Okay, next question. ഒന്നുകൂടി പറയണോ? നിങ്ങൾ ഒരു മിനിറ്റ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അല്ല ചാപ്റ്റർ വായിക്കണല്ലേ പിള്ളേരെ? നിങ്ങള് ഈ വാക്കുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കണല്ലേ? നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞ തന്നെയല്ലേ ഇത്? നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ ഏതാ? യൂറിനറി സിംറ്റംസ്. ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന കാണുന്നില്ലേ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഓപ്ഷൻ ബി, റെസ്പിറേറ്ററി ന്യൂമോണിയ. ന്യൂമോണിയ എന്നുണ്ട് അവിടെ. റെസ്പിറേറ്ററിന്ന് തന്നു എന്നുള്ള എക്സ്ട്രാ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് കേട്ടോ. റെസ്പിറേറ്ററി ന്യൂമോണിയ. ഓപ്ഷൻ സിയില് തന്നേക്കുന്നത് സ്കിൻ ഇൻഫെക്ഷൻ. ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിപ്പോ, which of the following comes under vector-borne transmission? ഇതിനകത്തുനിന്നുള്ളതൊക്കെ സോഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളണം കേട്ടോ. പിന്നെ നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവർ ആരൊക്കെയാന്നുള്ളതൊക്കെ അതൊക്കെ നോക്കാം. എല്ലാ ക്വസ്റ്റ്യനും തരുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് എഴുതാം. Which of the following comes under vector-borne transmission? Options എഴുതിക്കോ. ഓപ്ഷൻ എ, ഫുഡ്. ഓപ്ഷൻ ബി, ഫ്ലൈസ്. FLIES, ഫ്ലൈസ്, ഫ്ലൈ. ഓപ്ഷൻ സി, വാട്ടർ. ഓപ്ഷൻ ഡി, മെഡിക്കേഷൻസ്, മെഡിക്കേഷൻ. Medication. Next one. Next question. Expand PPE. Expand PPE. Next, which of the following, next question, which of the following not include in additional precautions? Which of the following is not include in additional precautions? Option A, airborne precaution. Airborne precautions. Option B, sterilization. Option C, droplet precaution. Option D, contact precaution. Now the choice is which of the following not include in additional precautions? Not include in additional precautions. Okay, airborne precaution, sterilization, droplet precaution, contact precautions. Okay, next question. Puri question only idam. Miss waiting aanu. Who is the head of the Infection Control Committee? Who is the head of the Infection Control Committee?
Option A, secretary. Secretary. Option B, infection control officer. Infection control officer. Option C, chairperson. Chairperson. Option D, none of the above. None of the above. Secretary. Option A is secretary. Option B is infection control officer. Option D, chairperson. Option D, none of the above. Better question I. Okay, ഓക്കെ ഇനിയിപ്പോ നമുക്ക് എക്സ്ട്രാ ക്ലാസ് വേഗം തീർന്നു കഴിഞ്ഞാലേ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, പിന്നെ ആംബുലൻസ് എടുത്ത അത്രയും എല്ലാവരും ഒക്കെ ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, ഓക്കെ, ബൈ.